ഹായ് നമസ്കാരം, മനോജാണ്, മനോജ് കെ സേതു. കഴിഞ്ഞ ദിവസം പുതിയ സിനിമയുടെ ദിശയുടെ കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ കാസ്റ്റിംഗ് കോളിൽ പങ്കെടുത്തവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ലൈറ്റ് ഫേസിൽ കിട്ടുന്ന രീതിയിൽ പൊസിഷൻ ചെയ്തിട്ട് നിന്നിട്ട് ആദ്യം വീഡിയോ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വീഡിയോ നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ഓൾറെഡി ഒരു LED ബൾബ് ഉണ്ട്. കൂടാതെ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ലൈറ്റ് ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പിറകിൽ നോക്കുക, വൈറ്റാണ് പിറകിൽ, നമ്മളെ വാളിൻ്റെ കളറാണ് പിറകിൽ കാണുന്നത്. അപ്പം ഈ ഒരു ക്വാളിറ്റിയും ജസ്റ്റ് ഒരു ചേഞ്ചിൽ എൻ്റെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് വേണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു തരാം. നോക്കുക, ജസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് കർട്ടൻ, ജസ്റ്റ് നെറ്റ് പോലത്തെ ഒരു തുണിയാണ്, അത് വെച്ചപ്പോൾ തന്നെ എൻ്റെ ഈ ഫേസിൽ വന്നിരിക്കുന്ന ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, ഇതിപ്പം ക്യാമറയല്ലേ, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് എടുക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതല്ല, നമുക്ക് മൊബൈലിൽ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള അവൈലബിൾ ലൈറ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കറക്റ്റായിട്ട് ഫേവറായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനാക്കുക എന്നുള്ളതാണ്. അത് ഈവൻ ഫോട്ടോ ആയാൽ പോലും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം ബാക്കിൽ ഡാർക്കാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഈ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഈ ഫേസിൽ ഇല്ലതിനേക്കാളും കൂടുതൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചു, മുഖം ഫുൾ ഡാർക്കായി മാറി, ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഓപ്പോസിറ്റ് ലൈറ്റ് വരുന്ന സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, ആ ലൈറ്റ് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മളെ ഫേസ് ഡാർക്കിലേക്കൊക്കെ പോകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, ടിപ്സ് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വേറെ കാണിച്ചു തരാം. ഇപ്പോൾ മനസ്സിലായി, ഇപ്പം പിറകിൽ സൂര്യൻ എൻ്റെ തലയ്ക്ക് പിറകിലുള്ളത്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടുന്ന് കൊടുക്കുന്നില്ല എങ്കിൽ എൻ്റെ ഫേസ് ഓട്ടോമാറ്റിക്കലി ഡാർക്കായി മാറും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വേറെ ലൈറ്റിംഗ് സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒന്ന് നേരെ തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു നേരെ ഇപ്പം വന്ന സമയത്ത് എത്രത്തോളം വ്യക്തമായി എൻ്റെ മുഖം കാണാം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ അവൈലബിൾ ലൈറ്റിനെ കറക്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഔട്ട്ഡോർ പോലെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ തന്നെ നമുക്ക് മികച്ച വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നെക്സ്റ്റ് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ സൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. സൗണ്ടിങ് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇതിലിപ്പോൾ ചെറിയൊരു മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മൈക്ക് എന്ന് പറയുന്നത് ഈ പഴയ നോക്കിയ 3301 അങ്ങനത്തെ ഞാൻ തോന്നുന്നു, അല്ല അങ്ങനത്തെ ഏതൊരു മോഡൽ പഴയ നോക്കിയയുടെ ഒരു ഫോണുണ്ട്. അതിൻ്റെ മൈക്ക് എടുത്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മേക്ക് ചെയ്ത് തന്നിട്ടുള്ള ഒരു മൈക്കാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം മാർക്കറ്റിൽ നല്ല കൃത്യമായിട്ടുള്ള കോഡ്ലെസ് ആയിട്ടുള്ള ഒരുപാട് മൈക്കുകൾ അവൈലബിൾ ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെയുള്ളത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് മൊബൈലിൽ അതിൻ്റെ ലെൻസിനൊക്കെ ഒരു ഫോഗ് ഫീലോ അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ അടുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലെൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോത്ത് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ കാസ്റ്റിംഗ് കോൾ ആയിക്കോട്ടെ, നിങ്ങൾ മറ്റെന്തെങ്കിലും റീൽസോ അല്ലെങ്കിൽ വ്ളോഗിങ്ങോ സംഭവം കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നിക്ക് രാവിലെ ഒരു ഏർലി മോർണിംഗിൽ നമുക്ക് ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 7 മണിക്കും 9 മണിക്കും ഇടയിൽ സമയം ചൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം, വൈകുന്നേരം സൺസെറ്റിന് തൊട്ട് മുമ്പിലായിട്ടുള്ള സമയം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് നല്ല ലൈറ്റിംഗ് ഉണ്ടാവും, ഷേഡോസും സംഭവം കാര്യങ്ങളും അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഹാർഷായിട്ട് ലൈറ്റൊന്നും ഇല്ലാത്ത നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമുക്ക് എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.